എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് തിരക്കുകളായിപ്പോയി, അതുകൊണ്ടൊക്കെയാണ്. പക്ഷേ നമ്മുടെ മത്സ്യകൃഷിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കുളം, ഇത് നമ്മുടെ വരാൽ മീനുകൾ ഇട്ടിരിക്കുന്ന കുളമാണ്, സിമൻറ്റ് കുളമാണ്. മുമ്പ് പല വീഡിയോകളിലും നിങ്ങൾ ഈ കുളം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുളത്തിൽ നമ്മൾ വരാലിട്ടേക്കുന്നത്. അപ്പോൾ ഇതിനെ ഈ കുളമൊന്നും നമ്മൾ വറ്റിക്കാൻ പോകുന്നത്. വറ്റിക്കാൻ കാരണം മീൻപിടുത്തമാണ് ഉദ്ദേശം ചോദിച്ചു കഴിഞ്ഞാൽ മീൻപിടുത്തമല്ല. നമുക്ക് ഈ കുളം കണ്ടോ, മൊത്തം വെള്ളമെല്ലാം വൃത്തികേടായിട്ട് കിടക്കണം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ വരാലൊക്കെ എത്ര വളർന്നിട്ടുണ്ടെന്നൊക്കെ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. നേരെ നമ്മളെ കുളം നമ്മൾ വറ്റിക്കുന്ന പരിപാടി തെറ്റി കിടക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ കുളത്തിനകത്തോട്ട് ഇറങ്ങുന്നത് ഈ ലാഡർ ഉപയോഗിച്ചാണ്. ഈ ലാഡർ ഉപയോഗിച്ച്, കാരണം നമുക്ക് ഇതിനകത്ത് നല്ല വഴുക്കലുണ്ട്. അതുവഴിയൊക്കെ ചാടി ഇറങ്ങിക്കഴിഞ്ഞാലപ്പോൾ വഴുക്കലുണ്ടാകും. അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് ഇറങ്ങാൻ വേണ്ടി ഈ ലാഡർ യൂസ് ചെയ്യാണ്. ഇതുവഴി ഇറങ്ങിയിട്ട് ഇത് വറ്റാൻ അല്പം സമയമെടുക്കും. ഇത് എൻ്റെ വാൽവുകൾ തുറന്നു വിടുന്നത്. അപ്പോൾ ഞാനിത് ഇറങ്ങാൻ പോവുക. അത് ഇറങ്ങാൻ പോവേനെ കേട്ടോ. വളരെ ഈസിയാണ്. നമുക്ക് ലാഡർ ഉള്ളതുകൊണ്ട് ഈസിയായിട്ട് ഇറങ്ങാം. പിന്നെ ഇതിനകത്ത് നല്ല വഴുക്കലുണ്ട്. അപ്പോൾ വരാൽ കിടക്കുന്ന കുളമായതുകൊണ്ടും സിമൻറ്റ് കുളമായതുകൊണ്ടും നല്ല വഴുക്കലുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സൂക്ഷിച്ച് മാത്രമേ ഇതിനകത്ത് ഇറങ്ങാൻ കഴിയത്തുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ വലിയ ഒരു ബുദ്ധിമുട്ട് നമുക്കിപ്പോൾ ഉണ്ട്. കാരണം വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ കിണറ്റിലെ വെള്ളം യൂസ് ചെയ്താണ് മത്സ്യകൃഷി നടത്തുന്നത്. അപ്പോൾ നമുക്ക് കിണറ്റിലെ വെള്ളം വളരെ കുറവാണ്. ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ നമുക്ക് നിറയ്ക്കാൻ കഴിയത്തുള്ളൂ. എന്തായാലും ഈ വെള്ളത്തിൽ നമ്മൾ കൂടുതൽ മീനിനെ നിലനിർത്തിയിരുന്നാൽ ചിലപ്പോൾ മീനുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോർട്ടാലിറ്റി ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മുൻകരുതൽ എടുക്കുന്നത്. നമ്മുടെ കുളം ഇത്രയും പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഏതാണ്ട് ഒരടിക്ക് മേളിൽ വെള്ളം കിടപ്പുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ കുളം നമ്മൾ 2 പോർഷനായിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഓരോ സൈഡിലാണ് നമ്മൾ വറ്റിച്ച് ക്ലീൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുമിച്ച് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ ലോക്ക് ചെയ്തിട്ട് മറുഭാഗത്തു നിന്ന് നമ്മൾ വെള്ളം പൂർണ്ണമായിട്ട് വറ്റിച്ച് തീർക്കും. എന്താ മീനൊക്കെ ചാടുന്നുണ്ടോ, വറ്റിച്ച് തീർക്കും. നമുക്ക് അവിടെ അത്രയും ക്ലീൻ ചെയ്ത് അവിടെ നല്ല വെള്ളം നിറച്ചിട്ട് പിന്നെ നമുക്കിതിനെ വറ്റിക്കാനുള്ള ഐഡിയ. അപ്പോൾ നമുക്ക് ഇനി ആ ഭാഗം ലോക്ക് ചെയ്തിട്ടില്ല, അതിൻ്റെ വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അത് താഴ്ന്ന ഉടനെ നമുക്ക് ആ ഭാഗം അത്രയും വറ്റിച്ച് അവിടെ കിടക്കുന്ന മീനുകളെ കാണിച്ചു തരാം. നമ്മുടെ കുളം ഏതാണ്ട് വറ്റിച്ച് വരുന്നുണ്ട്. ഈ ഭാഗം ഏതാണ്ട് വറ്റിച്ച് വരുന്നു. മീനുകളൊക്കെ കാണാം. സൈസായതൊക്കെ കുറവാണ്, 2 ഉള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ സൈസായി വരുന്നുണ്ട്. ഇതിനകത്ത് 2-3 നട്ടുകൾ മുകളിലൊക്കെ താങ്ങി കിടക്കുന്നുണ്ട്. ഞാനൊക്കെ താങ്ങി ചാടിയത്. ഇതിലേക്ക് നമുക്കിനി പിടിച്ച് തൽക്കാലം അപ്പുറത്തോട്ട് വേണം. അപ്പുറത്തോട്ട് ഇട്ടാലും ഇതെല്ലാം ഇങ്ങോട്ടും ചാടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടങ്ങി നിൽക്കുന്ന മീനല്ല, എപ്പോഴും ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതെല്ലാം പിടിച്ച് നമുക്ക് അപ്പുറത്തോട്ട് ഇട്ടാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യുന്നുള്ളൂ. ക്ലീൻ ചെയ്തിട്ട് നമുക്കിവിടെ വെള്ളം നിറയ്ക്കാം. വെള്ളം ഒറ്റയടിക്ക് നിറയ്ക്കാനുള്ള സംവിധാനമില്ല, അതുകൊണ്ട് പതിയെ മാത്രമേ നിറയ്ക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇത്രയും ഒന്ന് പിടിച്ച് മാറ്റിയിട്ട് ഇവിടെ വെള്ളം നിറയ്ക്കാം. അപ്പോഴേക്കും അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് ചാടിക്കോളും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് എന്താ നമ്മൾ സൈസായി വരുന്നതേ ഉള്ളൂ. നമുക്ക് സിമൻറ്റ് ടാങ്ക് ആയതുകൊണ്ടും വെള്ളത്തിൻ്റെ ലഭ്യത കുറവുള്ളത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഇതിനെ വറ്റിക്കേണ്ടി വന്നത്. നാച്ചുറൽ പോണ്ടാണെങ്കിൽ കുഴപ്പമില്ല, കിടക്കുമായിരുന്നു. ചിലപ്പോൾ നമ്മൾ ഇനി കിട്ടുന്ന മോർട്ടാലിറ്റി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പുതിയ വെള്ളം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് മാറ്റിയിടുകയാണ്. ഇതിൽ വില്ലന്മാരൊക്കെ കുറച്ചുകൂടെ സൈസാവും. അതുകൊണ്ട് 1/2 കിലോ സൈസ് വരും എന്ന് തോന്നുന്നു ഒരെണ്ണം. ഇതുപോലത്തേത് ഉണ്ട്, കുറേ ഉണ്ട്.
ബാക്കിയൊക്കെ ഈ മീഡിയം സൈസിൽ തന്നെ കിടക്കുക. നട്ട് എല്ലാം ഒരു 200-250 ഗ്രാം സൈസ് വരുന്ന വരാലുകളാണ്. ഇനി ഇത് നമുക്ക് വളർത്തിയെടുക്കണം, വളർത്തി സൈസാക്കി എടുക്കണം. എനിക്കൊരു ഭയവും പിടിക്കാൻ നിന്ന് തരത്തില്ല കേട്ടോ. 1/2 കിലോയ്ക്ക് മുകളിൽ തൂക്കം വരും. എല്ലാവരും ഈ സൈസ് ആവണം, എന്നാലേ നമുക്ക് നേട്ടമുള്ളൂ. ഗൈസ്, നമ്മുടെ കുളം ഏതാണ്ട് പറ്റിയിട്ടുണ്ട് കണ്ടോ. മീനുകളെ കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടാണ് എല്ലാ മീനുകളും കിടക്കുന്നത്. ഇത് ഒരു 8-10 മീൻ അത്യാവശ്യം നല്ല സൈസ് നടാം. കണ്ടോ, ഇതൊക്കെ സൈസായ മീനാണ്. ഈ സൈസായ മീനാണ്. ഇങ്ങനെ ഒരു 8-10 സൈസായ മീനുണ്ട്. ബാക്കിയെല്ലാം നോർമൽ വളർന്നു വരുന്നതേ ഉള്ളൂ. ഏത് മത്സ്യത്തിനും കുറച്ച് ഷൂട്ടർ മത്സ്യങ്ങൾ കാണില്ല. അപ്പോൾ അങ്ങനെ ഇതാണ് ഇത്രയും സൈസായിട്ടുള്ള. ബാക്കിയൊക്കെ നോർമൽ സൈസിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ പിടിച്ച് കാണിച്ചു തരാം. വരാലിൻ്റെ സൈസ് ഇതാണ് കേട്ടോ. ഏതാണ്ട് ഒരു 150-200 ഗ്രാം സൈസുള്ള വരാലുകളാണ്. അപ്പോൾ ഇതിനെ നമ്മൾ അപ്പുറത്തെ പാർട്ടിലോട്ട് കട്ട് ചെയ്യണം. വലിയ മീനുകൾ നമ്മൾ പിടിച്ച് നിങ്ങളെ കാണിക്കുന്നതാണ്. മത്സ്യങ്ങൾ നമ്മൾ പിടിച്ചിങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മത്സ്യങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ പിടിച്ച് കാണിക്കാൻ വേണ്ടി അതിനെ ഇപ്പോൾ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നില്ല. ചെറുതുകളെ മാത്രം ആദ്യം പിടിച്ച് മാറ്റുക. അതാണ് മത്സ്യങ്ങൾ. നല്ല ക്വാളിറ്റിയുള്ള മത്സ്യങ്ങളാണ്. വിലക്ക് മാത്രം കൊടുത്താൽ നമ്മളിതിനെ വളർത്തുന്നത്. അത്യാവശ്യം നല്ല ഹെവിയുണ്ട് ഇത്രയായ പൈസ. നമുക്കിത് പിടിച്ച് മാറ്റിയത് മാത്രമേ നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ട് ഈ ഭാഗം ക്ലീൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ മത്സ്യങ്ങളെയും പിടിക്കുന്നത്. നമ്മുടെ കുളം വറ്റിക്കലിൻ്റെ 2ാമത്തെ സ്റ്റേജിൽ നമ്മൾ എത്തി കേട്ടോ. അപ്പോൾ ആ ഒരു പോർഷനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വെള്ളവും വറ്റിച്ച് കുറച്ച് വെള്ളം അടിച്ചിട്ട് 3 ദിവസം എടുത്ത് നമുക്ക് ഇത്രയും വെള്ളം കിട്ടാൻ വേണ്ടി. കാരണം വെള്ളത്തിന് ക്ഷാമമായതുകൊണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് 3 ദിവസം നമ്മളിങ്ങനെ ഇട്ടിരുന്നിട്ട് ഇപ്പോൾ അത്രയും വെള്ളം അവിടെ ആയ സ്ഥിതിക്ക് നമ്മൾ ഈ ഭാഗം കൂടെ വറ്റിച്ചിട്ട് ഇവിടെ നിന്നുള്ള മീനൂടെ നമ്മൾ പിടിച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെയും ക്ലീൻ ചെയ്ത് വെള്ളം നിറച്ച് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിനകത്തുള്ള മീനൊക്കെ നമുക്കിന്ന് വറ്റിക്കുമ്പോൾ കാണാൻ പറ്റും. കുറേ മീൻ അങ്ങോട്ട് ചാടിയിട്ടുണ്ട്. ബാക്കി മീനുകളെ കിടപ്പുണ്ട്, കൂടുതൽ മീനുകളെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് വറ്റി തീരുന്നതോടെ നമ്മുടെ കുളത്തിലുള്ള മുഴുവൻ മീനുകൾ എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വറ്റി തീരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പറ്റും 10 മിനിറ്റിനകത്ത് വറ്റി. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക. നമുക്കിത് വറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം. കഴിച്ച് നമ്മൾ ഈ ഒരു പോർഷൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് മീനെല്ലാം പിടിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി ഇപ്പുറത്തൊരു ചാനം തുടങ്ങും. നമ്മൾ അടുത്ത പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ ഈ പോർഷനിൽ വെള്ളം നിറയ്ക്കുകയാണ്. ഈ പോർഷനിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ മീനുകളെ ഇങ്ങോട്ട് മാറ്റുന്നില്ല. കാരണം ഈ ഒരു പോർഷൻ നിറഞ്ഞു കിട്ടാനുള്ള വെള്ളം നമുക്ക് ഇന്ന് ലഭിക്കുമെന്ന് അറിയത്തില്ല. കിണറ്റിൽ അത്രയും വെള്ളമില്ല. പക്ഷേ ഇതിനകത്ത് വെള്ളം നിറയ്ക്കാതിരിക്കാൻ നിവർത്തില്ല. കാരണം മീനുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുമ്പോൾ ഇവിടെ വെള്ളം ഇല്ലായിരുന്നു കഴിഞ്ഞാൽ മീനുകൾ സർവൈവ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ വാഹനങ്ങളെ ലോക്ക് ചെയ്തിട്ട് ഇവിടെ ലഭിക്കുന്ന വെള്ളം നിറയ്ക്കണം. ഘട്ടം ഘട്ടം നിറച്ച് ഈ ഒരു പോർഷൻ ഫില്ലായതിനു ശേഷം മാത്രമേ നമ്മൾ ആ പോർഷൻ വറ്റിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പോർഷൻ 2 ദിവസം കൊണ്ട് ഇത് ഫില്ലാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ പോർഷൻ വറ്റിക്കാം. മീനുകളെല്ലാം ഇപ്പോൾ അവിടെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് നമ്മളിവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചാടാൻ തുടങ്ങും. അപ്പോൾ എന്തായാലും നമുക്കിവിടെ വെള്ളം നിറയ്ക്കണം. പരിപാടി നോക്കാം. ആദ്യം നമുക്ക് ഈ വാൽവ് ഒന്ന് അടയ്ക്കണം.
അപ്പോൾ നമ്മൾ മോട്ടർ വെച്ചിടാം. ഇതൊക്കെ തുടങ്ങിയാണ്. വെള്ളം വരുന്നത് ഇപ്പോൾ നല്ല വഴുക്കുന്നുണ്ട്, സൂക്ഷിച്ച് നോക്കുന്നെങ്കിൽ. അപ്പോൾ കേസ് നമ്മളിവിടെ വെള്ളം നിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിറഞ്ഞു കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നിറഞ്ഞതിന് ശേഷം നമുക്ക് ആ പോർഷൻ കൂടെ വറ്റിച്ച് നന്നായിട്ട് ക്ലീനാക്കി വീണ്ടും വെള്ളം നിറച്ച് മീനുകളെ കുറേ കാലം കൂടെ വളർത്തിയാൽ മാത്രമേ നമുക്കിതിനെ കഴിക്കാനുള്ള സൈസിലെത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളം നിറയുന്നവരെ കാത്തിരിക്കാം. എന്താ കേസ്, ഇതാണ് നമുക്കുള്ളതിൽ നല്ല സൈസുള്ളവരാണ്. എല്ലാം അരക്കിലൊക്കെ തൂക്കമുണ്ട്. എന്തോ അടിപൊളി വരാൽ. ഈ സൈസിന് എല്ലാം ഈ സൈസൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഏറ്റവും വലുത്. ഇതൊരു 750 ഗ്രാം തൂക്കം വരും. അപ്പോൾ എല്ലാം ഈ സൈസൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും. നമ്മളിതിന് അപ്പുറത്തോട്ട് തൽക്കാലം മാറ്റിയിടുകയാണ്. കുറച്ച് മീനുകളുണ്ട്, അത് പിടിച്ച് നമുക്ക് പിടിച്ച് അപ്പോൾ ഗൈസ് നമ്മൾ ആൾമോസ്റ്റ് നമ്മൾ മീനുകളൊക്കെ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പാങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ വെള്ളം നിറയ്ക്കാൻ പോവുകയാണ്. വെള്ളത്തിൻ്റെ ലഭ്യത അനുസരിച്ചായിരിക്കും നമ്മൾ വെള്ളം നിറയ്ക്കുന്നത്. അപ്പോൾ വെള്ളം നിറച്ച് വീണ്ടും നമ്മൾ 2 മാസം കൂടെ ഇതിനെ വളർത്തി ഇതിൻ്റെ അടുത്ത അപ്ഡേഷൻ വീഡിയോ അപ്പോൾ വരും. മിക്കവാറും അപ്പോൾ നമുക്ക് മീന് പിടിച്ച് കൊടുക്കാനായിട്ട് സൈസാവുമെന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുന്നവരെയും ബൈ. ഇതുവരെയും നിങ്ങൾ കാണിച്ചില്ല പ്രോത്സാഹനത്തിന് നന്ദി. തുടർന്ന് നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വഴി ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിയെത്തും. അതുവരെയും ഗുഡ് ബൈ.